ഹായ്, നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ചിലന്തി നൽകിയ സമ്മാനം. ചിലന്തി എന്താണെന്നറിയാലോ, എല്ലാവർക്കും അറിയാലോ, നമ്മളെ എട്ടുകാലി എന്നും പറയും. ആ ചിലന്തിയാണ് വലകെട്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന്, വായിൽ നിന്ന്, ഉമിനീരിൽ നിന്ന്. വാസ്തവത്തിൽ വലകെട്ടം നമ്മൾ കണ്ടല്ലോ, വളരെ നേരിയ ചില നൂല് പോലെ പാവിയിട്ടാണ് ഈ ചിലന്തി വലകെട്ട്. ആ വലയിൽ കുടുങ്ങുന്ന ജീവികൾ ആ ചിലന്തിയുടെ ആഹാരവും. അങ്ങനെ വല കെട്ടുന്ന ഒരു ചെറിയ ഒരു ജീവിയാണ് ചിലന്തി. ആ ചിലന്തി ഒരു ആൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കഥ, ഇന്നത്തെ കഥ. ചിലന്തി നൽകിയ സമ്മാനം. ഒരിടത്ത് ചിനുവ എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നു, നികിത എന്ന് പറയുന്ന ഒരാളുണ്ട്. രണ്ടുപേരും പുരുഷന്മാരാണ് കേട്ടോ. നികിത എന്നും ചിനുവ എന്നുമാണ് പേര്. ഇവർ രണ്ടാളും കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പക്ഷികളെ പിടിക്കലാണ് ഇവർക്ക് ഏറ്റവും രസം പിടിച്ച ജോലി. പക്ഷികളെ പിടിക്കുക, അതിനെ ചുട്ടു തിന്നുക, അതാണ് അവരുടെ ഭക്ഷണ രീതി. അങ്ങനെ കാട്ടിലേക്ക് പോയി രണ്ടാളും വല വച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഈ ചിനുവായുടെ വലയിൽ ഒരു പ്രാവ് കുടുങ്ങി, വലയെടുത്ത് വയ്ക്കില്ല. എന്നാൽ നികിതയുടെ വലയിൽ ഒരു ചിലന്തി കുടുങ്ങിയിട്ടുണ്ടാകും. അത്രമാത്രമേ ഉള്ളൂ. ചിലന്തി തിന്നാനും പറ്റില്ലല്ലോ, പ്രാവിനെ കിട്ടിയ ചിനുവ പറഞ്ഞേ, ഞാനാർക്കും തരുമൊന്നുമില്ല, കാര്യം നീ എൻ്റെ കൂട്ടുകാരനൊക്കെ തന്നെ, നമ്മൾ രണ്ടാളും ഒന്നിച്ച് വല വെച്ചതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊന്നും കിട്ടിയില്ലല്ലോ. പക്ഷികളെയൊക്കെ വലയെ കുടുങ്ങി തിന്നാൻ കിട്ടണമെങ്കിണ്ടല്ലോ ഭാഗ്യം വേണം. നിനക്ക് ഭാഗ്യമൊന്നുമില്ല, അതാണ് നിൻ്റെ വലയിൽ ഒരു ചിലന്തി വന്ന് കുടിക്കാൻ. അല്ല, തിന്നാൻ കൊള്ളു, അത് തുറന്നു വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതാ വേദം എന്നില്ല. അങ്ങനെ നികിത തൻ്റെ ചിലന്തിയെ തുറന്നും വിട്ടു. ചിനുവ തൻ്റെ പ്രാവിനെയും കൊണ്ട് ചുറ്റും തിന്നാനായിട്ട് അയാൾ വീട്ടിലേക്കും പോയി. നികിത തന്നെ കുറച്ച് നേരം കൂടെ വെച്ചിരുന്നു. അങ്ങനെ വീണ്ടും വല വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വലയിൽ ജാത്തൊന്നും ഒരു വക ഉണ്ടായില്ല. ഒന്നും കിട്ടാതെ കണ്ടിരുന്ന വിശന്ന് അങ്ങനെ ഇരിക്കണ സമയത്ത് അതുവഴി രണ്ട് രാജഭടന്മാർ വന്നു. അവരെ ഇവിടുന്ന് വളരെ അത്യാവശ്യമായിട്ട് എന്തോ തെരഞ്ഞു വരണ പോലെ കാട്ടിലേക്ക്. ഈ കുന്നിൻ്റെ താഴ്വാരത്തെ ഈ സംഭവം നടന്നു. വേഗം വന്ന് വഴിക്കാളെ കണ്ടുപിടിക്കോ, വേഗം ഒരു തിരികല്ലുണ്ടാക്കിയതാണ്. തിരികല്ലോ, അതെങ്ങനെയത്? അപ്പം ഈ ഇടി മിന്നലും കാറ്റും ഒക്കെ ഉണ്ട് ആ സമയത്ത്. കാറ്റും മഴയൊക്കെ വന്നേക്കണം നേരം, ഒരു സന്ധ്യാനേരം. അയ്യോ, എനിക്കറിയില്ല തിരികല്ലുണ്ടാക്കാൻ, അറിയില്ല, അടികൊള്ളു, വേഗം ഉണ്ടാക്കിയൊക്കെ തിരികല്ല്. അയ്യോ, ഇങ്ങനെയാ പറഞ്ഞാൽ ഞാനെങ്ങനെയാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ഒരു മിന്നൽ ഇവരെ 3 പേരെ അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് വരും. ഒട്ടനെ അങ്ങോട്ട് താഴത്തേക്ക് കിട്ടും. ആർക്കും വലിയ പരിക്കൊന്നും പറ്റാതിരുന്നു. അത് കഴിഞ്ഞ് പരിക്ക് പറ്റില്ല എന്നിട്ടപ്പം നികിതോട് വീണ്ടും തിരികല്ലുണ്ടാക്കണോ, താൻ വെറുതെ ഇരിക്കണ്ടേ, തിരികല്ലുണ്ടാക്കണോ, തിരികല്ല് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ രാജകൊട്ടാരത്തിലേക്ക്, ഞങ്ങൾ രാജഭടന്മാരാണ്, കണ്ടിട്ട് മനസ്സിലായില്ലേന്ന് വെച്ചു. മനസ്സിലാവുകയൊക്കെ ചെയ്തു, പക്ഷേ ഞാൻ എങ്ങനെ തിരികല്ലുണ്ടാക്കണം? അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഒരു മിന്നലിഞ്ഞ് വന്നു. ആ മിന്നൽ വന്നിട്ട് ഒരു പാറയമേ വന്ന് പാറയമ കൊണ്ടപ്പോൾ പാറ ആകെ ഒരു തിരിയല അങ്ങോട്ട് തിരിഞ്ഞു. ആ മിന്നൽ വന്ന് അടിച്ചതിൻ്റെ ശക്തിയിൽ. അങ്ങനെ ശക്തി അടിച്ചു കഴിഞ്ഞ് ഒരു അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോട്ട് ഈ നികിതയുടെ അടുത്തായിട്ടൊരു തിരികല്ല്. അപ്പോൾ പെട്ടെന്ന് ഇടിമിന്നൽ വന്നു, നല്ല വെളിച്ചവും പ്രകാശമൊക്കെ ആയി. പാറയമ പതിക്കണ കണ്ടു മിന്നൽ, പിന്നെ പോവണയും കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ ഈ ചന്ദ്രൻ വന്ന് നിലാവ് വന്നു കഴിഞ്ഞപ്പോൾ വേഗം വെളിച്ചം കണ്ടപ്പോൾ ഇടിമിന്നൽ മാറിക്കഴിഞ്ഞപ്പോൾ രാത്രിയുടേതായ വെളിച്ചത്തിൽ ഈ നികിതയുടെ അടുത്ത് തിരികല്ലിരിക്കണുണ്ട്. രാജഭടന്മാർക്ക് വലിയ സന്തോഷമായി. തങ്ങൾക്ക് ആവശ്യമുള്ള തിരികല്ല് ഏതായാലും അയാൾ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കി തന്നൂല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനം തെളിഞ്ഞു, ഇടിമിന്നലൊക്കെ മാഞ്ഞു, മഴക്കാറൊക്കെ മാഞ്ഞു, ആകെ മാനം തെളിഞ്ഞപ്പോൾ ധാരാളം നക്ഷത്രങ്ങൾ. അപ്പം രാജഭടന്മാർ പറയേ, ഒരു നക്ഷത്രം കൂടെ വേണമായിരുന്നു, അതും കൂടെ തിരികല്ല് മാത്രം പോരാ, തിരികല്ല് മതി, പക്ഷേ ഒരു നക്ഷത്രം കൂടെ വേണം. അപ്പോൾ നികിത പറഞ്ഞു, ഈ രാജഭടന്മാരെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയില്ല, ഒരു നക്ഷത്രം കിട്ടാൻ എന്താ വഴി? കയറി നോക്കാമെന്ന് കരുതിയിട്ട് ആദ്യം പെട്ടെന്ന് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ നേരെ തന്നെ ഒരു ചിലന്തി വലയിലാണ് കുടുങ്ങിയ ആൾ. അപ്പോൾ വിചാരിച്ചു, ചിലന്തി ഇനിയിപ്പോൾ തന്നെ പിടിച്ച് തിന്നുമോ
എന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം, താനെന്തിനാ എൻ്റെ വലയിൽ വന്ന് കുടുങ്ങി, എൻ്റെ വലയും പൊട്ടിപ്പോയി, എനിക്കാണെങ്കിൽ തന്നെ ഇട്ട് തിന്നാനും പറ്റില്ല. അപ്പം നികിതന് മനസ്സിലായി തൻ്റെ എന്തായാലും ഇത് കരിങ്കല്ലാണ് ഇവരിൽ, അത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുന്നത്? താനെന്തിനാണ് ഇതിൽ മേപ്പെട്ടേക്ക് കയറി മരത്തിൽ കയറി വന്നിട്ട് മേപ്പെട്ട് നോക്കി നിൽക്കണ എന്ന് വെച്ചാൽ എനിക്കൊരു നക്ഷത്രത്തെ വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. വല മേപ്പോട്ട് പൊക്കിയാലും മതി, ഞാനൊരു നക്ഷത്രം പറിച്ചത് കൊള്ളാം. അപ്പോൾ താനെന്തും നക്ഷത്രം പറിച്ച് കിട്ടില്ലാടും. പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് തോന്നുന്നു, നോക്കട്ടെ എന്ന് തോന്നുന്നു. ആ ചിലന്തി, അവിടെ കുടുങ്ങി കിടക്കുന്ന ചിലന്തി, ഇയാൾ നേരത്തെ വലയിൽ കുടുങ്ങി, ഇയാളുടെ വലയിൽ കുടുങ്ങി കിടന്നപ്പോൾ രക്ഷിച്ച് വിട്ട ചിലന്തിയാണ്. ആ ചിലന്തി പറഞ്ഞു, താനെൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ വലയിൽ തന്നെ വന്ന് കുടുങ്ങിയേക്കാണ്, വേണമെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം തച്ച് കൊല്ലാൻ പറ്റും, ഞാൻ ഏതായാലും കൊല്ലണില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം എന്ന് പറഞ്ഞൊക്കെ ഇത് തന്നെ ഇപ്പം തന്നെ ഞാൻ മേപ്പെട്ടേക്ക് കൊണ്ടുപോകില്ല, നക്ഷത്രം കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിലന്തി പോയി ഒരു നക്ഷത്രം, വളരെ പാടുപെട്ട നക്ഷത്രം ഒരെണ്ണം അള്ളി പറിച്ച് മാനത്തിന് നക്ഷത്രങ്ങൾ പറിച്ചെടുത്ത് നികിതന് കൊണ്ടുപോകും. നികിതൻ അതും കൊണ്ട് ചിലന്തി കൂടിയായിട്ട് നികിതൻ താഴേക്ക് വന്നു. ഒരു നക്ഷത്രം രാജഭടന്മാരെ ഏൽപ്പിച്ചു, ഇതാ എടുത്തുള്ളൂ, നിങ്ങൾക്ക് നക്ഷത്രം വേണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മാനത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഭടന്മാർ അങ്ങോട്ട് വരും, തിരികല്ല് കൊള്ളാമല്ലോ, അതുപോലെ തന്നെ ഇയാൾ വേഗം നക്ഷത്രങ്ങളുടെ എടുത്ത് തരാൻ പറഞ്ഞ് നക്ഷത്രവും എടുത്തു കൊടുത്തു. തിരികല്ലും നക്ഷത്രവുമായിട്ട് ഭടന്മാർ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. പുറകെ നൽകി അവ ഈ തിരികല്ലും നക്ഷത്രവുമായിട്ട് രാജകൊട്ടാരത്തിലെത്തിയ ഭടന്മാരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് പ്രഭുവിന് രാജാവിന് വലിയ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം വലിയ സന്തോഷമാണ് അത് ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. ഒരു ചിലന്തി പോലും സഹായിച്ചല്ലോ, നൽകിയ സമ്മാനങ്ങൾ നൽകിയ എല്ലാവർക്കും രാജാവ് പ്രത്യേകം അങ്ങനെ രാജാവിൻ്റെ മുമ്പിലെത്തി നക്ഷത്രവും തിരികല്ലും കാഴ്ചവെച്ചു. നികിതനാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേടിത്തന്നതെന്ന് രാജാവിനോട് ഭടന്മാർ പറയുകയും ചെയ്തു. നികിതന് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ആ സമ്മാനങ്ങളൊക്കെ കൊണ്ട് നികിതൻ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അപ്പോൾ കൂടെ വന്ന ചിനുവനൊരു പ്രാവ് കിട്ടിയപ്പോൾ ഇയാൾക്ക് കൊടുക്കാണ്ട് പോയതാ. ഇപ്പം ചിനുവനേക്കാളും എത്രയോ കൂടുതൽ സമ്മാനങ്ങൾ, രാജസമ്മാനങ്ങൾ ഈ നികിതന് കിട്ടി. അതാണ് ഈ കഥയിലെ, അതായത് മടി വിചാരിച്ചിരിക്കാണ്ട് വീണ്ടും ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമല്ല, ആപത്തിൽപ്പെട്ട ഒരു ചിലന്തിയെ രക്ഷിക്കുകയും ചെയ്തു. അതും ഒരു കാര്യമുണ്ട്, ചിലന്തി പിന്നീട് ഇങ്ങോട്ട് ഉപകാരം ചെയ്തു. അതാണ് ഇന്നത്തെ കഥ. ഈ കഥയുടെ പേര് ഞാൻ ചിലന്തി നൽകിയ ഭാഗ്യം, അതാണ് ഈ കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.